ഹലോ ഗൈസേ, വിവരമില്ലാത്ത മലയാളികളാണ് അനുമോളുടെ വിജയം അല്ലെങ്കിൽ അനുമോളുടെ ഐശ്വര്യം. അനുമോളുടെ മാത്രമല്ല കേട്ടോ, ആദിലയുടെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഭാവുകത്വം, അതിവൈകാരികത, അതുപോലെ ഫേക്ക് കുലസ്ത്രീ ചുമയൽ, ഈ സാധനത്തിലൊക്കെ വീണ് പോകുന്ന കുറേ വിവരം കെട്ട ജന്തുക്കൾ അത് ബിഗ് ബോസ് ഷോ കാണുന്ന ആൾക്കാരുണ്ട്. ഇവരാണ് അനുമോളെയൊക്കെ ഇപ്പോഴും തലയെ കയറ്റിയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളോട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അത്. പക്ഷേ എന്താ വെച്ചാൽ പോയി വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒരു കോക്കസിൻ്റെ ഭാഗമായി തീരുന്നുണ്ട്. അനുമോൾക്ക് ഒറ്റയ്ക്ക് അവിടെ ഒരു ഗെയിം കളിച്ച് നിൽക്കണ സമയത്ത് അനുമോളോട് വാവ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, അനുമോളോടുള്ള ഒരു ഇമ്പ്രഷൻ. പക്ഷേ ഇപ്പോൾ മാറി. അവരെന്താ വെച്ചാൽ അത് ഒരു ടീമാണ്. അനുമോള്, ആദില, നൂറ, മൂന്നെണ്ണം ഒരു ടീമാണ്. അനുമോൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയില്ല തോന്നുന്നു ഇപ്പോൾ. ഇത് അവസാനം എത്തുന്തോറും, ഗെയിമിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്തോറും അനുമോള് മഹാ മോശമായി തീർന്നുണ്ട്. തൊള്ള പൊളിറ്റാന്ന് വേണേ പറയുള്ളൂ, ഉള്ള കാര്യം പറയില്ല. ക്യൂട്ട്നെസ് തൂറി മെഴുകാണ് അവൾ. മറ്റുള്ളവരവിടെ കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ അതിലൊരു കാര്യം പറയാം, അനുമോളുടെ തെറ്റുകൾ ജമ്മത്തെ ആക്സെപ്റ്റ് ചെയ്യൂല. അതാണ് അവളുടെ ഏറ്റവും വലിയ ചീപ്പായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് സഹിക്കാൻ പറ്റില്ല. നെവിനുണ്ടോ, നെവിൻ്റെ തെറ്റുകൾ അത് ആക്സെപ്റ്റ് ചെയ്ത്, അനുമോൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അനുമോൾ എപ്പോഴും മറ്റുള്ളവർ സംസാരിക്കുന്നിടയിൽ അവളെ അവിടെ നിന്നിട്ട് എന്തിനാണ് ഇതിങ്ങനെ പറയണത്, അതായത് ക്യാമറ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അവളുടെ ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണത്, ഉള്ള കാര്യം പറയുള്ളത്. അവളുടെ തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാണ്ട് വേറൊരാൾ തന്നെ കുറ്റക്കാര്യങ്ങൾ. പിന്നെ അവളുടെ മുഖത്ത് എപ്പോഴും ഒരു പുച്ഛമാണ്. മറ്റുള്ളവർ അവരുടേതായ കാര്യം, മറ്റുള്ളവർ പറയുന്നത് സത്യമായിരിക്കും, എന്നാലും ഇവളത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവൾക്കൊരു പുച്ഛമാണ്, ഇവൾ പറഞ്ഞ എന്നെ സത്യം നല്ല ലെവലിൽ. അപ്പോൾ അതൊന്നും ഇപ്പോൾ എന്ത് കാര്യമായിട്ട് അവിടെ പിടിക്കപ്പെടണമില്ല. എന്ത് തേങ്ങയോ. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ അവിടെ കട്ട് തിന്നുന്നുണ്ട് മറ്റുള്ളവർ എന്ന്. എന്താ ഇവർ കട്ട് തിന്നലോണില്ലേ? ആദില, നൂറ, മറ്റേ ഇവളും കൂടിയും അനുമോളും കൂടിയും അവിടെ ചുണ്ട് വെച്ചിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പാല് കുടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ കണ്ണിലെന്താ കുരിയോ? കണ്ടില്ലേ? അതെന്താ ലാലിട്ട് ചോദിക്കാണ്ടിരുന്നത്? പിന്നെ ഷാനവാസ് അവിടെ വീണ് കിടക്കുന്ന സമയത്ത് നൂറൊക്കെ ചോദിച്ച ഒരു വൃത്തികെട്ട ഒരു കളി ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി നോക്കിയാണ്. ആദിലയാണ് ഈ സാധനം തുടങ്ങിയത്. ഞാൻ ഈ ആദിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞുള്ളൊരു കാര്യമാണ്, ആദില ഈ അനാവശ്യത്തിന് കൊല്ലുക എന്നുള്ളൊരു വാക്കെടുത്ത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതെപ്പോഴും അറിയാം. ആദ്യം ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ആ വീക്കെൻഡ് എപ്പിസോഡിൽ പിന്നെ എന്താ എന്നെ കൊല്ലണോ അങ്ങനെ 2-3 വട്ടം പല സന്ദർഭങ്ങളിലുള്ള ബിഗ് ബോസ് ഹൗസിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തിനറിയാതെ എക്സ്ട്രീം ലെവലിൽ സാധനം പിടിച്ചുകൊണ്ടിരിക്കുകയാണിത്. അതൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്. എന്താ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസിൽ? ആണോ? അല്ലെങ്കിൽ കൊല്ലുക എന്താ ഉദ്ദേശിക്കണത്? അപ്പോൾ ഇത് മഹാമോശമാണിത്. അനുമോളും ഇത് അതുപോലെ ഡബിൾ മീനിങ് ഉള്ള വർത്തമാനങ്ങൾ അവിടെ പറയുക. അപ്പോൾ ആര് ഡബിൾ മീനിങ് വർത്തമാനം പറയുന്ന രീതിയിലാണ് ആദിൽ അവിടെ പറയുന്നത്. അനുമോളും ആര്യനും ആദിലയും നൂറൊക്കെ ഡബിൾ മീനിങ് വർത്തമാനം അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെവിൻ്റെ കാര്യത്തിൽ കണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ കേസ്, നെവിൻ എവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത്? ഇന്ന് ലാലേട്ടൻ ഇങ്ങനെ പൊരിക്കണുണ്ടല്ലോ. ആ ചെങ്ങായിക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അറിയാണ്ട് ചോദിക്കുകയാണ്. എന്താ കാണിക്കണത്? എന്താ കാണിച്ചുകൊണ്ടിരിക്കണത് അവിടെ? ഫിസിക്കൽ അസോൾട്ട് എവിടെ ഫിസിക്കൽ അസോൾട്ട്? എന്ത് ഫിസിക്കൽ അസോൾട്ട് അവിടെ ചെയ്തത്? പിന്നെ ഒന്നാമത്തെ കാര്യം, അവിടെ തുടക്കത്തിലേ പറഞ്ഞ സാധനമുണ്ട്, എല്ലാവരും ഈക്വലാണ് എന്ന്. എല്ലാവരും ഈക്വൽ അത്ര. ഈ നെവിൻ നമ്മുടെ നെവിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ട്, അവന് അവസാനം ശരിക്കും പ്രാന്ത് പിടിച്ചറിഞ്ഞു തോന്നണം. അതായത് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇപ്പോൾ നീ പറഞ്ഞു നിനക്ക് പ്രാന്താടാ പറഞ്ഞിട്ട് അവന് പ്രാന്ത് ഉള്ള പോലെ തോന്നിയിരുന്നു, അല്ലെങ്കിൽ അവന് പ്രാന്തായിട്ട് തോന്നണം. അത് സംഭവം എന്താ വെച്ചാൽ അവനിങ്ങനെ ഏതൊരു സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടിയത്ത്, നിനക്ക് പ്രാന്താണ് അവസാനം അവൻ പ്രാന്തനാകും. അതുപോലെ അവനെ പ്രാന്തനാക്കിയറ, അവന് ശരിക്കും പ്രാന്തായിരുന്നു തോന്നണം. അതുപോലെ ലാലേട്ടൻ അതിന് കൂട്ട് നിൽക്കുകയും ചെയ്യണത്. നീ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നിട്ട് അവനെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളിൽ അവന് തോന്നിയറു തോന്നണം അവൻ ചെയ്ത് മഹാമോശം ഫിസിക്കൽ അസോൾട്ട്. എങ്ങനെയാണ് ഫിസിക്കൽ അസോൾട്ട് ആവണത്? അവൻ എന്താ പാലെടുത്ത് എറിയണം ചെയ്തത്? ഷാനവാസാണ് ആ പാലിൻ്റെ പാക്കറ്റ് പിടിച്ച് വലിക്കാൻ നോക്കിയത്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത് എന്തിനാ കവർ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു, അത്ര. അതും ആഞ്ഞെറിഞ്ഞതാണ്, ഉന്നം പിടിച്ച് ആഞ്ഞെറിഞ്ഞതല്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ട്, അത്രയേ ഉള്ളൂ. ഇതിനാണ് ഫിസിക്കൽ അസോൾട്ട്, അത്രയേ ഉള്ളൂ. ഷാനവാസ് അതുപോലെ ആക്ട് ചെയ്താവാനും സാധ്യത ഉണ്ട് അവിടെ. എന്തില്ലാന്ന് ഷാനവാസിന് ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ളതുകൊണ്ട് വിക്ടിം കാർഡ് കളിക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, ഷാനവാസ് അവിടെ ആക്ട് ചെയ്തതാണെങ്കിലും ശരി, ബിഗ് ബോസിന് അവൻ ആക്ട് ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയുമോ? അത് ബിഗ് ബോസ് ഷോനെ ബാധിക്കും. കാരണം മറ്റുള്ളവർ പുറത്തുള്ള ആളുകൾ സീനാക്കും. അതായത് ഇങ്ങനെ ഫിസിക്കലി പ്രശ്നമുള്ള കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള
നിങ്ങൾ വയ്യാണ്ട് വീണപ്പോഴും ബിഗ് ബോസ് എന്ത് ചെയ്തു, ബിഗ് ബോസ് അത് ആക്ടിങ് ആണെന്ന് പറഞ്ഞു എന്ന് പറയും. അഥവാ അത് ആക്ടിങ് ആണെങ്കിലും അത് വലിയ വിഷയമാവും. അത് സംഭവം പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഒരാളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടത് വലിയ വിഷയമാവില്ല അത്. ഇത് തലയ്ക്ക് താമസം ഉണ്ടെങ്കിലേ പട്ടിത്തീട്ടല്ല തലയ്ക്കകത്തെങ്കിൽ ആ ചിന്തിക്കിൻ, അതിനുള്ള ബോധം ഉണ്ടാക്കിന് ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. അങ്ങനെ കൊണ്ട് വീഴാൻ മാത്രമുള്ള ഏറൊന്നും അവൻ എറിഞ്ഞിട്ടില്ല അവിടെ. പിന്നെ ഓൻ പിടിച്ച് തള്ളിയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് കണ്ടിട്ട് ഈ വർത്തമാനം? ഷാനവാസാണ് അവനെ തള്ളാൻ നോക്കിയത്, അല്ലെങ്കിൽ അത് പിടിച്ച് വലിക്കാൻ നോക്കിയത്. എന്നിട്ട് വലിയ വർത്തമാനം, തള്ളല്ല പിടിച്ച് വലിക്കാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞു കേട്ട് എന്തൊക്കെ ഇവിടെ സംഭവം എന്ന് വിചാരിക്കും. അതേപോലെ നൂറൊക്കെ അവിടെ പറഞ്ഞ് 8 മിനിറ്റ് എന്തോ കഴിഞ്ഞിട്ടാണ് ഇവർ എല്ലാവരും കൂടിയും അവനെ അവിടെ കൊണ്ട് കൺവെൻഷൻ റൂമിലേക്ക് എത്തിച്ചേർന്ന്. 8 മിനിറ്റ് ഈ നാറികൾ എന്താ അവിടെ പണിത്തോന്നിട്ടായിരുന്നു. ശരിക്കും എല്ലാറ്റിനെയും മട്ടൽ വാരി തല്ലണം, എല്ലാറ്റിനെയും. അതന്നെയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ കൊല്ലാൻ നോക്കിയതാണ്. എന്ത് കൊല്ലാൻ നോക്കിയത്? അത് അവർ വേറൊരു രീതിയിലുള്ളൊരു ഡേർട്ടി ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും എന്താ ചോദിക്കാത്തത്? നെവിനെ നിർത്തി. ഇതെന്താ വെച്ചാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ സംസാരിച്ചാണ് ബിഗ് ബോസിന് ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ പുറത്തെ ആളുകൾക്ക്. അല്ലെങ്കിൽ ബിഗ് ബോസിനെ എല്ലാവരും കുറ്റം പറയില്ല, ലാലേട്ടനെ എല്ലാവരും കുറ്റം പറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നെവിനെ എല്ലാതും കൂടി നെവിനെ മണ്ടക്കട ഇട്ടു അല്ലേ? നെവിൻ്റെ മണ്ടക്കിട്ട്. അതുകൊണ്ട് ഷാനവാസിനെ ഒരു ചെറിയ രീതിയിൽ പോലും ഇവർ കുറ്റം പറഞ്ഞില്ല. ഷാനവാസ് ആണ് ആ കച്ചറയ്ക്ക് അത് പിടിച്ച് വലിക്കാനൊക്കെ നോക്കിയത്. അങ്ങനെയൊക്കെ കവർ പിടിച്ച് വലിക്കുമ്പോൾ ഇവന് കോമൺ സെൻസ് ഇല്ലേ ഷാനവാസിന്? പിന്നെ അങ്ങനെ എല്ലാവരും ഈക്വലാണെന്ന് അവിടെ പറയുന്നു. പിന്നെ എന്തിനാണ് ഫിസിക്കൽ ടെസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ എടുക്കണ്ടാവുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാവരും ഈക്വലാണെന്ന് പറയുകയും ചെയ്യുന്നു. അല്ലെ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഷാനവാസിൻ്റെ പേരിൽ ഇവിടെ ഒരു വിക്ടിം കാർഡ് ഇറക്കേണ്ട കാര്യം എന്താണ്? ഷാനവാസിനെ പിന്നെ എന്തിനാണ് സെലക്ട് ചെയ്തത്? ഹാർട്ടിന് പ്രശ്നമുള്ള ആൾ പുറത്തേക്കട്ടെ, എന്തിനാണ് സെലക്ട് ചെയ്തത്? ഇനി പറയും ഷാനവാസിനെ കുറ്റപ്പെടുത്തി, ഷാനവാസിന് അത് ചെയ്യുന്നുണ്ട്, ഷാനവാസിന് ബിഗ് ബോസ് വരുന്നുണ്ട്, ഷാനവാസ് ബിഗ് ബോസ് വന്നിട്ട് ഹാർട്ടിന് വിഷയം ഉണ്ടായിട്ടും അവൻ അവിടെ നിൽക്കുന്നു എന്നൊക്കെ. നിങ്ങൾ വളരെ മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനത്തോടെ ആലോചിച്ച് നോക്കി. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളപ്പോൾ ഒരു 10 പേര് വിചാരിക്കും, ഈ 10 പേര് ഈക്വലാണ്. അവിടെ ഒരാൾക്ക് അസുഖം ഉണ്ടോ ഇല്ല അതൊന്നുമല്ല. ഒക്കെ പെർഫെക്റ്റായ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഈക്വലാണ് അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു അവസ്ഥയുമായി തെറ്റാവുന്ന ആളുകളെയാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷാനവാസിന് മാത്രമായിട്ട് അവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെ എടുക്കാൻ പാടില്ല ബിഗ് ബോസ്. മനസ്സിലാവുന്നുണ്ടോ? സംഗതി മനസ്സിലാവുന്നുണ്ടോ? ഷാനവാസ് അവിടെ ബിഗ് ബോസ് ഹൗസിലുള്ളത് നല്ലതാണ്, സന്തോഷമുണ്ട്, ഒക്കെ ഉണ്ട് അങ്ങനെ കണ്ടസ്റ്റൻ്റിൽ. പക്ഷേ എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർക്ക് അവിടെ എന്തോ അവരെ ഗെയിം കളിക്കുക ഇതൊന്നും ചെയ്യാൻ പറ്റൂലേ, പാടൂലേ? അവ ആഞ്ഞോങ്ങി എറിഞ്ഞിട്ടൊന്നുമില്ല. എന്താ കാണിക്കുന്നത്? അപ്പോൾ ഷാനവാസ് മറ്റുള്ളവരോട് ചെയ്യണ കാര്യങ്ങളോ? ഇത് വിക്ടിം കാർഡാണ് ഗൈസ്. അല്ല, അനുമോൾ കാണിക്കണത് വിക്ടിം കാർഡാണ്, ജെൻഡർ കാർഡാണ്. അനുമോൾ കിടക്കണം അങ്ങോട്ട് വെള്ളം ഒഴിച്ചു എന്ന് പറയുമ്പോൾ അനുമോൾ ഇവൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചില്ലേ? അതെന്തുകൊണ്ട് അവിടെ പറയപ്പെടാത്തത്? അനുമോൾ പെണ്ണായതുകൊണ്ട് അല്ലേ? അനുമോൾ പെണ്ണായതുകൊണ്ടും ഷാനവാസ് ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് വിക്ടിം കാർഡ്. രണ്ടുപേരെയും നന്നായിട്ടുണ്ട് ഗൈസ്, നന്നായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നത്. വിവരം കെട്ട ബിഗ് ബോസ് ഓഡിയൻസാണ് ഈ ബിഗ് ബോസ് ഷോനെ നശിപ്പിക്കുന്നത്. നോക്കിക്കോളി, ഇത് അനുമോൾ വിന്നറാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി ഷാനവാസിന് രാജകീയ വരവേൽപ്പായിരിക്കും. അങ്ങനെ വയ്യാത്ത ആളെ സെലക്ട് ചെയ്യരുത്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഓക്കെ, പിന്നെ ഈ വയ്യാത്ത ആളുകൾ, ഇപ്പോൾ ഷാനവാസ് വയ്യാത്ത ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഷാനവാസ് അത് ആക്ട് ചെയ്തതല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് മാത്രമുള്ള ഒരു സ്ട്രോങ് ആയ ഒരു സാധനമൊന്നും ഫിസിക്കലി അവിടെ സംഭവിച്ചിട്ടില്ല ഗൈസേ. പിന്നെ അത്രയും പ്രഷർ സഹിക്കാൻ പറ്റില്ലെങ്കിൽ അതിനർത്ഥം അവൻ ഫിസിക്കലി ഓക്കെ അല്ല എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് അവിടെ സെലക്ട് ചെയ്യണത്? പിന്നെ അവൻ മറ്റുള്ളവർക്ക് ഇതേപോലെ സ്ട്രെയിൻ ഉണ്ടായി കൊടുക്കണ്ടല്ലോ. നീ ബോഡി എന്നൊക്കെ വിളിച്ചില്ലേ മറ്റവനെ, നെവിനെ? അതുപോലെ പെണ്ണായതുകൊണ്ട് അവളുടെ ബെഡിലേക്ക് നെവിൻ വെള്ളമൊഴിച്ചു, അത് വലിയ പ്രശ്നമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പെണ്ണായതുകൊണ്ട് ഇവള് അവൻ്റെ മേത്തേക്ക് വെള്ളമൊഴിച്ചത് പ്രശ്നമല്ലേ? കുപ്പിയിൽ വെള്ളമൊഴിച്ചത് അതിവിടെ വിഷയമല്ല അല്ലേ? അനുമോൾ പെണ്ണാണല്ലോ. പിന്നെ ഫേവറേറ്റീസ് അവിടെ ഉണ്ടോ ഇല്ലേന്ന് ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് കേസ്. അതായത് അവരെ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ഫേവറേറ്റീസ് ഉണ്ട്. ഇവിടെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഫേവറേറ്റീസും കാണിച്ചത് അനുമോളോടും ഷാനവാസിനോടും.